നമസ്കാരം. സെപ്റ്റംബർ 28 ഞായറാഴ്ച മുതൽക്ക് ഒക്ടോബർ 4 വരെയുള്ള 7 ദിവസത്തെ പഞ്ചാംഗ ഫലങ്ങൾ എല്ലാ രാശിക്കാർക്കും ഉള്ളത് സാമാന്യമായിട്ട് നിരൂപണം നടത്തുവാൻ ആണ് ഇവിടെ നോക്കുന്നത്. ഇതിൽ മേടം രാശിയുടേതാണ്. അശ്വതിയും ഭരണിയും കാർത്തികക്കാലും ചേർന്ന മേടക്കൂറുകാർക്ക് ഉള്ള ഫലങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ജോലി അഥവാ കരിയർ സംബന്ധിച്ച് പുതിയ പുതിയ കൂട്ടായ്മകൾ അഥവാ പുതിയ പാർട്ട്ണർഷിപ്പ് ഇതൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതിലൂടെ ചില ഉയർച്ചകളും അവർക്ക് ഈ ആഴ്ച കാണാവുന്നതാണ്. ധനസംബന്ധമായിട്ടുള്ളതും പുരോഗതി തന്നെയാണ് കാണുന്നത്. ആരോഗ്യപരമായിട്ട് ശരീരത്തിൻ്റെ ശക്തി വർദ്ധിക്കുക അഥവാ രോഗത്തിൽ നിന്ന് വിമുക്തി നേടുക, ഇതൊക്കെ അവർക്ക് ഫലം ആയിട്ട് കാണാവുന്നതാണ്. കുടുംബ ബന്ധങ്ങൾക്കും ഒരു സൗഹൃദമായിട്ടുള്ള കുടുംബാന്തരീക്ഷം അവർക്ക് ഈ ആഴ്ച ഉണ്ടാകുന്നതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറുകാർ കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരം ഇവരാണ്. അവരുടെ സംബന്ധിച്ചിടത്തോളം ജോലി അഥവാ കരിയർ, ബിസിനസ് ഇതിൽ ചില സമ്മർദ്ദങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാകുന്ന കാലമാണ്. അവരെടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ മുഖാന്തരം അവർക്ക് ചില ജോലിയിലും ഒക്കെ ചില സെറ്റ് ബാക്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ടും അവർക്ക് ചിലവ് ഏറിയിരിക്കും, വരുമാനത്തെക്കാളേറെ. അതിന് നിയന്ത്രണം വയ്ക്കേണ്ടത് ആവശ്യമാണ്. മാനസികമായിട്ടുള്ള പിരിമുറുക്കം കാരണം ചില രോഗത്തിലേക്ക് പോലും എത്താവുന്ന ഒരു അവസ്ഥ ഈ ആഴ്ച അവർക്ക് കാണാവുന്നതാണ്. കുടുംബത്തിലാണെങ്കിലും ചില അസ്വാരസ്യങ്ങളും വഴക്കുകളും ഒക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറുകാർക്ക് മകയിരത്തിൻ്റെ അര, അതുപോലെ തിരുവാതിര, പുണർത്തിൻ്റെ കാൽഭാഗം, ഇതാണ് മിഥുനക്കൂറ്. ഈ മിഥുനക്കൂറുകാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുക, ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടോ ഒക്കെ വരുന്നതായിട്ടുള്ള പുതിയ ഇവരുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടും. പുതിയ വരുമാന മാർഗങ്ങൾ അവർക്ക് ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരാഴ്ചയാണ്. ക്ഷീണം ഒക്കെ കുറയും, ചില രോഗങ്ങളിൽ നിന്ന് വിമുക്തി ഉണ്ടാകും. പ്രണയബന്ധങ്ങളിലും ഒക്കെ അഥവാ കുടുംബ ബന്ധങ്ങളിലും അവർക്ക് ഒരു സന്തോഷം ഉണ്ടാകാവുന്ന ഒരു കാലമാണ് ഈ വരുന്ന ഒരാഴ്ച. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ പുണർത്തിൻ്റെ കാൽഭാഗവും പൂയവും ആയില്യവും ഈ നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ചില നഷ്ടങ്ങളും മറ്റും ഉണ്ടാകുന്നതാണ്. ജോലി അഥവാ കരിയർ സംബന്ധിച്ചാണെങ്കിലും അവർ പണ്ടുപേക്ഷിച്ചതായിട്ടുള്ള ചില പ്രോജക്റ്റുകളും മറ്റും വീണ്ടും അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഒക്കെ കൂടുതൽ ഉണ്ടാകാവുന്ന കാലമാണ്. അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് വീട്ടിലെ അഥവാ ബന്ധുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് കൂടുതലായിട്ട് ഉണ്ടാകാവുന്നതാണ്. ഇനി പറയേണ്ടത് ചിങ്ങക്കൂറുകാരാണ്. മകം, പൂരം, ഉത്രത്തിൽ കാല് ഈ നക്ഷത്രക്കാരാണ്. അവർക്ക് ജോലി സംബന്ധമായിട്ടും ഒക്കെ ചില ഉയർച്ചകളും മറ്റും ഉണ്ടാവും. നേതൃസ്ഥാനങ്ങളിലേക്ക് അവരെത്തും, അഥവാ നേതൃസ്ഥാനത്ത് ഉള്ളവർ ഇവരെ അംഗീകരിക്കും. വരുമാനത്തിൽ ആണെങ്കിലും ധനപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും അവർക്ക് ചില വരുമാന സ്രോതസ്സുകൾ പുതുതായിട്ട് ഉണ്ടാകും. അതിലൊരു സ്ഥിരതയും കൈവരിക്കുന്നതാണ്. ആരോഗ്യ സംബന്ധമായിട്ടും അവർക്ക് മറ്റ് രോഗങ്ങളൊക്കെ ഉള്ളത് മാറുകയും നല്ല ആരോഗ്യത്തോടു കൂടി കഴിയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളിലും ഒരു കൂടുതൽ സ്വീകാര്യത അഥവാ ഒരു പരസ്പര വൈരുദ്ധ്യങ്ങളിൽ ഇല്ലാതെ സന്തോഷകരമായിട്ടുള്ള കുടുംബബന്ധം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അടുത്തത് കന്നിക്കൂറാണ്. ഉത്തരത്തിൽ മുക്കാല്, അത്തം, ചിത്തിര, അര ഈ നക്ഷത്രക്കാരാണ്. അവരുടെ ജോലി, കരിയർ, ബിസിനസ് ഇവ സംബന്ധിച്ച് പറഞ്ഞാൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകേണ്ട കാലമാണ്. ഓരോ കാര്യത്തിലും അവർ പ്രത്യേക ശ്രദ്ധയെടുക്കുകയും സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധന കഴിച്ചിട്ട് മാത്രം ജോലികൾ അഥവാ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അവർക്ക് ധനപരമായിട്ട് പറഞ്ഞാൽ ലാഭം ഉണ്ടാകേണ്ടത് അഥവാ കിട്ടേണ്ടതായിട്ടുള്ള ആ ലാഭം വൈകാനുള്ള സാഹചര്യം ആണ് കാണുന്നത്.
പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ട് ആരോഗ്യത്തിനും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം, ചില രോഗങ്ങൾ തന്നെ ഉണ്ടായെന്നിരിക്കാം. അതും സൂക്ഷിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വർത്തമാനത്തിൽ കൂടെ അഥവാ ആശയവിനിമയത്തിൽ കൂടെ ഉണ്ടാകുന്ന ചില ദുരിതങ്ങൾ അവർക്ക് കുടുംബത്തിൽ അഥവാ പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടായെന്നിരിക്കാം. അതും വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഇനിയുള്ളത് തുലാക്കൂറാണ്. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല് ഈ നക്ഷത്രക്കാരാണ്. അവർക്ക് ജോലിയിലും ബിസിനസ്സിലും മറ്റൊക്കെ പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ ഒരു സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഹയറപ്സ് ഇങ്ങനെയുള്ളവരിൽ നിന്നുള്ള ഒരു സഹകരണം ഉണ്ടാകുന്ന കാലമാണ്. ധനപരമായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ്. ചില സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ആരോഗ്യപരമായിട്ട് അവർക്ക് മെച്ചപ്പെട്ട കാലമാണ്. ശാരീരികമായിട്ടുള്ള അവസ്ഥ മെച്ചപ്പെടും. അതുപോലെ രോഗത്തിൽ നിന്നുള്ള വിമുക്തിയും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബന്ധങ്ങളിലും കുടുംബപരമായിട്ടുള്ള സൗഹൃദങ്ങളിൽ ബന്ധുമിത്രാദികൾ ഇവരും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളിലും ഒരു അനുകൂലമായിട്ടുള്ള കാലമാണ്. അതൊക്കെ ശക്തിപ്പെടാനും സാഹചര്യം ഉണ്ടാവുന്നതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട. ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയർ അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ജോലി എന്താണെങ്കിലും അത് വളരെ മുന്നേറ്റം കാണുന്നുണ്ട്. അതിനു വേണ്ടതായിട്ടുള്ള കരുത്ത് അവർക്കുണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് വിജയം ഉണ്ടാകും. ധനപരമായിട്ടും അവർക്ക് വരുമാന വർധനവും ഒക്കെ ഉണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള ധനാഗമ മാർഗങ്ങളും ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലും അവർക്ക് ഉയർച്ച തന്നെയാണ് ഉണ്ടാകുന്നത്. കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒരു ദൃഢബന്ധം, ഒരു ഗാഠബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രണയകാര്യങ്ങളിലും ഒക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അടുത്തത് വരുന്നത് ധനുക്കൂറാണ്. ധനുക്കൂറിന് മൂലം, പൂരാടം, ഉത്താടത്തിൽ കാല് ഇതാണ് ധനുക്കൂറ്. അവരെ സംബന്ധിച്ചിടത്തോളം വിദേശ കാര്യങ്ങളിൽ അത് വിദേശമായിട്ട് ബിസിനസ് മറ്റും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. അങ്ങനെയുള്ളതൊക്കെ വന്നു ചേരാനുള്ള സാധ്യത ഉണ്ട്. ധനസംബന്ധമായിട്ടും ഒരു പുതിയ പന്ഥാവിലേക്ക് അഥവാ ഒരു പുതിയ മാർഗത്തിലേക്ക് മറ്റൊരു വരുമാന മാർഗം ഒക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യം സംബന്ധിച്ചവർക്ക് ചില പ്രശ്നങ്ങൾ കാണാവുന്നതാണ്. ശാരീരിക പ്രശ്നങ്ങളുണ്ടാകാൻ വഴിയുണ്ട്. ശാരീരികമായിട്ടുള്ള ജോലികൾ കുറച്ചൊന്ന് ക്രമപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് ഈ ആരോഗ്യസ്ഥിതി കൊണ്ടു നടക്കാൻ സാധിക്കുകയുള്ളൂ. കുടുംബപരമായിട്ട് ചില ആശയവിനിമയങ്ങൾ നടത്തേണ്ടതുണ്ട്. ചില തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിന് ഉത്രാടത്തിൻ്റെ മുക്കാല്, തിരുവോണം, അവിട്ടത്തര, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. ഈ മകരക്കൂറുകാർക്ക് പഴയ നമ്മൾ ഉപേക്ഷിച്ചിട്ട് ഉണ്ടായിരുന്ന ചില ഉത്തരവാദിത്വങ്ങൾ വീണ്ടും വന്നു ചേരാനും അത് ഏറ്റെടുക്കേണ്ടതായിട്ടും വരാവുന്നതാണ്. അവരുടെ ധനപരമായിട്ട് കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ ചെയ്യേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ ചുരുക്കിയാൽ മാത്രമേ വലിയ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഉദര സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണക്രമത്തിലും മറ്റും അവർ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിലാണെങ്കിൽ ഒരു സമാധാനവും സുസ്ഥിരതയും ഒക്കെ കാണുന്നുണ്ട്. മറ്റ് പ്രണയ സംബന്ധമായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു ആഴ്ചയാണ് ഈ വരാൻ പോകുന്നത്. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് ചില ഉയർച്ചകൾ കാണാം. അത് മറ്റുള്ളവരുടെ പ്രോത്സാഹനം കൊണ്ടും അവരുമായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടും അവരിൽ നിന്ന് സഹായം ഉണ്ടാകുന്നതുകൊണ്ടും ഈ ജോലിക്കും അഥവാ ബിസിനസ്സിനും മറ്റുമൊക്കെ ചില ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ടും അവർക്ക് ഒരു വരുമാനങ്ങൾ മെച്ചപ്പെടും. ഇതിന് മുൻപ് കിട്ടാതെ ഇരിക്കുന്നതായിട്ടുള്ള ചില കടങ്ങളും മറ്റുമൊക്കെ അത് തിരിച്ചു കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ പങ്കാളിയിൽ നിന്ന് അഥവാ ജനങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്നും ഒക്കെ സന്തോഷം ഉണ്ടാകാനും എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അടുത്തത് മീനം രാശിയാണ്. പൂരുരുട്ടാതി അവസാനത്തെ 1 പാദം, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ട് പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾക്കും അവർ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും.
അത് വർദ്ധിക്കും. അതുകൊണ്ടുണ്ടാവുന്ന ചില മാനസിക പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ അവർക്കുണ്ടാകുന്നതാണ്. മേലുദ്യോഗസ്ഥന്മാരോ സഹപ്രവർത്തകന്മാരോ ഒക്കെ അവരിൽ നിന്നും കൂടുതൽ സമ്മർദ്ദം, ജോലി സംബന്ധമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകാനുള്ള കാലമാണ് കാണുന്നത്. സാമ്പത്തികമായിട്ട് വലിയ തെറ്റില്ല, ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ്. എന്നാൽ ആരോഗ്യപരമായിട്ട് കുറച്ചുകൂടെ ജാഗ്രത ആവശ്യമുണ്ട്. കുടുംബപരമായിട്ടും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. പക്ഷേ ചില വഴക്കുകളും മറ്റുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗ്രഹങ്ങളുടെ സ്ഥാനം കൊണ്ടും സ്ഥാനചലനം കൊണ്ടും ഉണ്ടാകാവുന്ന ഫലങ്ങൾ അതിന് സാധ്യതയാണ് ഉണ്ടാവുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല എന്ന് മാത്രമല്ല, അത് ഓരോ വ്യക്തിക്കും പലതരത്തിലാണ് അനുഭവത്തിലേക്ക് വരിക. അതുപോലെ തന്നെ അതിൻ്റെ ആ രൂക്ഷത കുറയ്ക്കാൻ തക്കവണ്ണം അവനവൻ്റെ മനസ്സാണ് തയ്യാറാകേണ്ടത്. അങ്ങനെ മനസ്സ് തയ്യാറായി കഴിഞ്ഞാൽ ശരീരവും അതിനനുസരിച്ച് തയ്യാറാകും, നമ്മുടെ ചുറ്റുപാടും അതിനനുസരിച്ച് തയ്യാറാകും. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്.